ഹായ് ഹലോ. ഇന്ന് വുമൺസ് ഡേ ആണ്. സാധാരണ വുമൺസ് ഡേ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ എന്നെ വിഷ് ചെയ്യും. വേറെ കുറച്ച് നല്ല ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ വിഷ് ചെയ്യാറുണ്ട്. എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കോഡ്സ് ചോദിക്കും. എന്തെങ്കിലുമൊക്കെ കോഡ്സ് മീൻസ് നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ വായിച്ച് പഠിക്കുന്നത് മീൻസ് വായിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചോദിക്കും. നീ വായിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, സ്റ്റാറ്റസ് ഇടാനാണ്, സ്റ്റോറി ഇടാനാണെന്നൊക്കെ പറയും. ഈ പ്രാവശ്യം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് രാവിലെ തന്നെ വുമൺസ് ഡേ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരാളെ വിഷ് ചെയ്തു. വേറെ ആരുമല്ല, നൂഹ സജീവ്. കാരണം ഇപ്രാവശ്യം എനിക്ക് നൂഹയെ തന്നെ ഒരു വണ്ടർ വുമണായിട്ട് കാണുകയും വിഷ് ചെയ്യണം എന്ന് തോന്നുകയും ചെയ്തു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, അവരുടെ ഏറ്റവും വലിയ ഡ്രീം, അതായത് നൂഹയുടെ ഏറ്റവും നന്നായിട്ട് എനിക്കറിയാം. അതിലേക്ക് നൂഹ എടുത്ത എഫേർട്ട് എന്താണെന്ന് എനിക്കറിയാം. അതിലേക്ക് എത്തിയ ആ ഒരു കുറേ സ്ട്രഗ്ലിങ് സ്റ്റേജുകളൊക്കെ ഒരുപാട് അടുത്തറിയില്ലെങ്കിലും കുറേയൊക്കെ എനിക്കറിയാം. അപ്പം ഇപ്രാവശ്യത്തെ എൻ്റെ ഒരു വുമൺസ് ഡേ സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ഞാൻ വിഷ് ചെയ്ത ഒരാൾ നൂഹ സജീവാണ്. ഒരു വണ്ടർ വുമണായിട്ട് എന്നെ തോന്നി. സീരിയസ്ലി ഞാനൊരു ഇത് പറയണല്ല, അവരെവിടെ നിന്ന് എന്താഗ്രഹിച്ചുവോ അത് പൂർണ്ണതയിലെത്തിയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ മുക്കാൽ ഭാഗവും കൈയടക്കി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യത്തെ എൻ്റെ വിഷസ് നൂഹ സജീവിനുള്ളതായിരുന്നു. നമ്മൾ ചിലരെ സ്റ്റോറികൾ നമ്മൾ അറിയണം. അത് നമുക്ക് അടുത്തറിയാവുന്നവരെ സ്റ്റോറികളാവുമ്പോൾ നമുക്ക് അറിയാത്തവരെ കുറിച്ച് നമ്മൾ പറയണതിനേക്കാളും നല്ലതല്ലേ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പം എല്ലാ സ്ത്രീകൾക്കും, ആരും കുറഞ്ഞവരാരുമില്ല, ആരും കുറഞ്ഞു പോയി എന്നൊരു തോന്നലുമില്ല. പക്ഷേ എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും, എല്ലാ ചേച്ചിമാർക്കും, എല്ലാ അനിയത്തിമാർക്കും, എൻ്റെ എല്ലാ കൂട്ടുകാരികൾക്കും ഹാപ്പി വുമൺസ് ഡേ.